എല്ലാവർക്കും നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്നാണ് അറിയാനായിട്ടാണ് ഈ റീഡിംഗ് നോക്കുന്നത്. ത്രീ ഓഫ് വാൺസിൻ്റെ കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സെവൻ ഓഫ് പെൻഡക്കിൾസ്, സിക്സ് ഓഫ് കപ്സ്, സെവൻ ഓഫ് കപ്സ്, Knight of Cups, Ace of Pentacles, Queen of Pentacles. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ത്രീ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റിലെ തന്നെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ മണി ലക്ഷ്യമാക്കിക്കൊണ്ട്, അതായത് പണത്തിന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അതിനുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ഫോക്കസും ഇന്ന് എങ്ങനെ പണം, ഹൗ ടു ഏൺ മണി എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് എയിം ചെയ്യുന്നത്. അതിനുവേണ്ടി പുതിയ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ചില ആളുകളെ കണ്ട് സംസാരിക്കാനും അതിനുവേണ്ടി നമ്മൾ ട്രാവൽ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു എനർജിയാണ്. ചില ആളുകൾക്ക് ഇത് വിദേശത്തേക്ക് പോകുവാൻ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ്, വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ അതിനു വേണ്ടിയുള്ള ഡിസ്കഷനൊക്കെ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് ജോലിക്കുള്ള ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, ചിലപ്പോൾ ജോലി അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളോ, അല്ലെങ്കിൽ അങ്ങനെ എന്ത് വന്നാലും നമുക്ക് മണിയാണ് ഇന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര എന്നാണ് പറയുന്നത്. ഇതൊരു ട്രാവലിൻ്റെ എനർജിയാണ്. അത് നമ്മൾ മണി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണെന്ന് പറയുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. മണിയുടെ എനർജി തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. നിങ്ങൾ ചില ആളുകൾ എന്തെങ്കിലും ഒരു ടെസ്റ്റുകൾ എഴുതുകയോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുകയോ, ചിലർക്ക് ഞാൻ പറഞ്ഞില്ലേ ജോലി അപ്ലൈ ചെയ്തിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളോ ആണ് ഇതിനകത്ത് കൂടുതലും കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചില പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ആളുകളുടെ എനർജികളുണ്ട്. അതായത് മണി എന്തെങ്കിലും ഒരു നല്ല റിട്ടേൺസ് കിട്ടുന്ന സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. ചിലപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനിങ്ങിലായിരിക്കും. മണി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ചില പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനുള്ള പ്ലാനിങ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. എന്തായാലും മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിന്ന് എഫേർട്ട് ഇടുന്നുണ്ടെന്നാണ് പറയുന്നത്. സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ വളരെയധികം സപ്പോർട്ട് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ ജന്മസ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ചിലപ്പോൾ ദൂരെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് അവിടെ നിങ്ങൾ ചില പഴയ സുഹൃത്തുക്കളെയോ അങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടുമുട്ടുന്ന ഒരു എനർജി ഉണ്ട്. അങ്ങനെ അവരുമായി കണ്ടുമുട്ടുമ്പോഴത്തേക്കും പഴയ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് ഡിസ്കഷനിൽ വരികയോ, അങ്ങനെ പഴയ കാര്യങ്ങൾ
ഓർക്കാനും അതിനെക്കുറിച്ച് ചിന്തിച്ച് നല്ല കാര്യങ്ങൾ പാസ്റ്റിൽ നടന്ന നല്ല ഓർമ്മകൾ നമുക്ക് വീണ്ടും റീക്യാപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നതെന്നാണ് കാണുന്നത്. സെവൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന ആളുകൾ സിറ്റുവേഷനെയും കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ കാര്യങ്ങളോ ഒക്കെ നേരത്തെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇന്നത്തെ ദിവസം. ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധാരണകളായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു വ്യക്തത കിട്ടുന്നുണ്ട്, ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, ആ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം തീരുന്ന ഒരു എനർജിയാണെന്ന് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പാസ്റ്റിലെങ്കിൽ ഇന്നത്തെ ദിവസം ആ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നു, വ്യക്തത വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അതിൽ നിന്നും വഴി ഉണ്ടാവുന്നു. ഈ ക്ലാരിറ്റി കിട്ടുന്നത് മൂലം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷനും എടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ചില ബിറ്റർ എക്സ്പീരിയൻസ്, അതായത് നിങ്ങളെടുത്ത ഡിസിഷൻസ് എന്തെങ്കിലും തെറ്റായ ഡിസിഷൻസ് എടുത്തത് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളെ പല കാര്യങ്ങൾക്കും പിന്നോട്ട് വലിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആളുകളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് റിസ്ക് എടുത്ത് മുന്നോട്ട് പോയിക്കൊള്ളാനാണ് പറയുന്നത്. എന്ത് കാര്യമാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് അതിൽ നിങ്ങൾ അത് എടുക്കുന്ന ഡിസിഷൻ റൈറ്റ് ആയിരിക്കും. നിങ്ങൾ ആ ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും അതിൽ നിന്ന് വരുന്നുണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളൊരു ബിസിനസ്സോ പുതിയ സ്റ്റാർട്ട് എന്തോ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിനകത്തും കാണിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ കൈകളിൽ പണവുമായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ സക്സസ് ആക്കി എടുക്കാൻ പറ്റും എന്നാണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം എല്ലാവരെയും വളരെ കംഫർട്ടാക്കി വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീഷ്യൽ കൊളീഗ്സോ ഇങ്ങനെ എല്ലാ ആളുകളും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും നിങ്ങളിൽ നിന്ന് വളരെ കംഫർട്ടായിട്ട് വെക്കാനായിട്ടുള്ളൊരു എനർജിയാണ്. അതായത് നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസുകൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇന്നത്തെ ദിവസം ഷെയർ ചെയ്യുന്നുണ്ട്. അവരെ ഒരു കംഫർട്ട് സോണിലേക്ക് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു സക്സസ്, നിങ്ങൾക്ക് ലൈഫിലുണ്ടായ ഒരു സക്സസ് അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അവരെ ഒരു നല്ലൊരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്കിന്ന് സാധിക്കുന്നുണ്ട്. ഇതാണ് ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.